അപ്പം ഞങ്ങളിന്നുള്ളത് മൂന്നാറിലുള്ള ഒരു റിസോർട്ടിലാണ്. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഏലം, കാപ്പി, കുരുമുളക്, അതുപോലെ തന്നെ ജാതിക്ക എന്നിവയുടെ കൃഷിയാണുള്ളത്. ഇപ്പം ഇന്നിവിടെ ഏലത്തിൻ്റെ വിളവെടുപ്പാണ് നടക്കുന്നത്. ഇത് നമ്മുടെ കാപ്പിക്കുരുവാണ് കേട്ടോ. ഇത് വിളവെടുപ്പിനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ഏലത്തിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. 45 ദിവസം കൂടുമ്പോഴാണ് ഏലത്തിൻ്റെ വിളവെടുപ്പ് നടക്കാറ്. അപ്പം അതൊന്ന് കണ്ടു നോക്കിയാലോ. ഏകദേശം ഒരു 75 സെൻറ്റോളം സ്ഥലത്താണ് ഈ കൃഷി നിലനിൽക്കുന്നത്. ഒരുപാട് ചേച്ചിമാർ പല ഭാഗത്തു നിന്നിട്ടും ഏലക്കായ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഏലക്കായ തന്നെ ഉള്ളൂ കാര്യമായിട്ട്? ഏലത്തിൻ്റെ തൈ തന്നെ ഉള്ളൂ അല്ലേ? ഏല ഇത് പൊട്ടിക്കാനല്ലേ? കാപ്പി കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ട് പൊടിക്കന്നെ ഏലൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇല്ലേ ഇവിടെ? കയറ്റി ആക്കിയല്ലേ ഈയാണ്? ചേച്ചി വീട് ഇവിടെ തന്നെ? ഇതല്ലേ കാപ്പിക്കൂരല്ലേ? ഏലക്ക. ഇത് മൊത്തം ഉണക്കല്ലേ ചെയ്യുക? വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ലല്ലോ? ഉണക്കും. ഇവിടെ കയറ്റിയാക്കി എന്തോ ഇതെങ്ങനെ കയറ്റിയാക്കി ചെയ്യണം? കയറ്റിയാക്കി നമ്മൾ കടകളിലല്ലേ ഇവിടെ വിൽക്കുന്നത്. നമ്മൾ അവിടെ ഈ റബ്ബർ എന്നിട്ട് വന്നിട്ട് പഴുത്തതിൻ്റെ ശേഷമാണോ ഇത് ഉണക്കുക? ഇത് പഴുത്ത് ഇത് ഇങ്ങനെ പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ പറിച്ച് ഇങ്ങനെ പറിക്കും. ഇത് പറിച്ചിട്ട് ഉണക്കും. ഉണക്കിയിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി കുത്തിയിട്ട് പരിപ്പ്, അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പ് മാത്രം. നമുക്ക് കാപ്പിപ്പൊടിയൊക്കെ കിട്ടുന്നില്ലേ? ഇതൊക്കെ നല്ല കുരുവാ. അതൊക്കെ പുറത്തുനിന്ന് മായം ചേർത്ത് വരുന്നല്ലേ. നമ്മുടെ ഇത് ഒറിജിനലുള്ളതല്ലേ. പഴുത്തിട്ടാണ് നമ്മൾ പറിച്ചെടുക്കുള്ളൂ അല്ലേ? പഴുത്തിട്ട് ഇതാണ് പറിക്കുന്നത്. അങ്ങനെ കൃഷി. വേറെ എന്തെങ്കിലും കൃഷി ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? വേറെ കൃഷി ജാതി നിൽക്കുന്നത് കണ്ടോ? ജാതി അത് പിന്നെ നാട്ടിലുണ്ടല്ലോ. അത് നമ്മളവിടെ ഉണ്ടല്ലോ. അത് വലിയ കാര്യമില്ല തോന്നണല്ലേ? ജാതിക്ക് വിലയുണ്ട്. ചില സമയങ്ങളിൽ നല്ല വിലയല്ലേ. അത് പൊട്ടിച്ചു കൊടുത്താൽ ഉണങ്ങി കൊടുത്താൽ നല്ല വിലയല്ലേ? നല്ല വില ഉണ്ട് അല്ലേ? ഒരു ജാതി എണ്ണി 10-25,000 രൂപ കിട്ടും. വിലയുള്ള സമയത്ത് അത് പൊട്ടിച്ച് അതിൻ്റെ അകത്തെ കായ എടുത്ത് നമ്മൾ ഉണക്കി കൊടുക്കുക. 3 തൊണ്ടുണ്ടല്ലോ. അതിൻ്റെ മേളിലൊരു തൊണ്ട് ഉണ്ട്, അത് അച്ചാറിടാൻ കൊള്ളാം. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ചുമല കായ, അത് നമ്മൾ ആ ചുവന്ന പൂ എടുത്ത് വേറെ ഉണക്കണം. പൂവിനൊക്കെ നല്ല ജാതിക്ക ഉണക്കി വെച്ചിരുന്നാലും നമ്മൾ ജാതിക്ക അരച്ച് കൊച്ചിനും കൊടുത്താൽ മതി. ജാതിക്ക അതിൻ്റെ ഉള്ളിലുള്ള കായില്ലേ, ആ കായ എടുത്ത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കൊച്ചിനും ചോന വരുമ്പോൾ ഇച്ചിരി ചൂടുവെള്ളത്തിലൊക്കെ അരച്ചു കൊടുത്താൽ കുടിയെന്ന് നിൽക്കും. അല്ല വീട്ടിൽ കാണും. അവൻ്റെ കയ്യിലുണ്ട് കായ. അത് എടുക്കണേ ഡെയിലി 500. എത്ര മണി വരെ? 3:30 വരെ. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ കയറില്ല അല്ലേ? എത്ര ആൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ? 3 ആളുള്ളൂ. എത്ര ആൾ ഉണ്ട് ഇപ്പോൾ?
ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? പല സ്ഥലങ്ങളിൽ ഏലം പോലെ തന്നെ കാപ്പിയും ഇവിടെ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത വിളവെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മരുന്നടിക്കലാണ് ഇവിടെ നടക്കുന്നത്.